ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് അവിടെ വെച്ചേക്കാൻ ഡെസേർട്ട്, ഫുഡ്സ്, പിന്നെ ഇത് ഡ്രിങ്ക്സ്, എല്ലാ തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ സെക്ഷനിലുള്ളത്. പിന്നെ അടുത്ത സെക്ഷനിലൊക്കെ നമുക്ക് പോവാം. ഇത് അവിടെ തന്നെയുള്ളൊരു കിച്ചൺ ഏരിയയാണ്. നമുക്ക് ആളുകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ഇത് ലൈബ്രറി ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കസ്റ്റമേഴ്സിനൊക്കെ വന്ന് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ടൈമുകളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ച് ഇങ്ങനെ നിരീക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളിത് പുറത്തിറങ്ങി, പക്ഷേ ഇനിയും ഉണ്ട് കുറച്ച് ഷിപ്പിലെ വീഡിയോസ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ഇതവിടെ ആളുകൾ ഇങ്ങനെ എന്തോ ലോക്ക് ചെയ്ത് വെച്ചാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ടായിരുന്നു ആ കടലിൻ്റെ ഈ ഒരു തീരത്തായിട്ട്. പക്ഷേ ഇത് കടലല്ല, ഇത് അതിൻ്റെ കടലിൻ്റെ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇതായിരുന്നു നമ്മൾ കയറിയ ഷിപ്പ്. അപ്പം ഇതവിടെ നിന്ന് ടൂറിസ്റ്റുകളും പിന്നെ അങ്ങനെ ഒരുപാട് സഞ്ചാരികൾ, യാത്രക്കാർ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് അവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ വെച്ചേക്കുന്ന മാലകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഇതായിരുന്നു ആ വഴി. താങ്ക് യു ഓൾ. ഇനി നെക്സ്റ്റ്